കുന്നിച്ചു മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 10 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കേണ്ട. കാര്യം ഇന്നും വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പലരും നമ്മുടെ പേജ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ വീഡിയോ ഇടാൻ നേരത്ത് നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുമാത്രമല്ല, ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാക്സിമം ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് താഴെ കമൻറ്റ് ചെയ്തും ഹൈപ്പ് ചെയ്തും അറിയിക്കാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമുക്കൊരു കൊട്ടാരം കാണാൻ സാധിക്കും. ഞാനിത് എവിടെയാണ്? ഇത് ഏതാണ് ഈ സ്ഥലം? ഇവിടെ എന്താണ് ഇത്ര കാക്കകളൊക്കെ ഉള്ളത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആ സമയത്ത് തന്നെ അവൻ നോക്കാൻ നേരത്ത് അവൻ്റെ കൈയാട്ടെ എവിടെ എന്നെ പിടിച്ചിരിക്കുന്നുണ്ട്. അവിടെ ആയിട്ട് ശരിക്കും മുള്ളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്താണ് കഴിക്കുന്നത്? മുകളിലാണെന്ന് തോന്നുന്നു. എനിക്ക് ഇവിടെ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. മുകളിലേക്ക് കയറാമെന്നും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും മുകളിലേക്ക് കയറാനായിട്ട് തുടങ്ങി. അവന് മനസ്സിലായി ഏറ്റവും ടോപ്പിൽ ചെന്നാലേ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. അതുമാത്രമല്ല, എവിടെ എന്തൊരു പ്രശ്നം ഉണ്ടെന്നും അവന് നന്നായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അവസാനം അവൻ അതിൻ്റെ മുകളിലേക്ക് പിടിച്ച് കയറിയിട്ടുണ്ട്. കയറിയപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. 4 തല ഒരു കുന്തത്തിൽ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്ത സെക്കൻഡ് അവർ 4 പേരും അവനെ തിരിഞ്ഞു നോക്കുകയും അവൻ്റെ കൈവിട്ട് നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്യും. പെട്ടെന്നായിരുന്നു ആർത്തർ അവൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. അവൻ്റെ കൈയും കാലും നന്നായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഒരു ലാൻസ് അവിടേക്ക് വരും. എന്നിട്ട് അവൾ പറയുകയും ചെയ്യും, ഒച്ച ഉണ്ടാക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ആർത്തറിനടുത്ത് കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ആർത്തർ, കാര്യത്തിന്റെ ഗൗരവം കുറച്ച് സീരിയസ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൗൺസിൽ ഉടനെ തന്നെ നിന്നെ ഡാറ്റർ ഗുഡ്സ്കൈനെ 2 പേരെയും ടെററിസത്തിന്റെ ആക്ടിൽ പെടുത്താനായിട്ട് പോകുവാണ്. കിങ് ലേഡിയറും ഡോസിനും കൂടെ സംസാരിക്കുന്നത് ഞാൻ ഒളിച്ചിരുന്ന് കേട്ടിരുന്നു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നിന്നെ അവരാർക്കോ ജീവനോടെ തന്നെ ഡെലിവർ ചെയ്യാനായിട്ട് പോകുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അച്ഛനെ നിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. അവരെന്തായാലും ഇപ്പോൾ ഹിഡൻ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തുണ്ട്. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. നീ ടെസ്സയ്ക്ക് വേണ്ടി ഒത്തിരി അധികം ചെയ്തു. എന്നോട് ക്ഷമിക്കുക ആർത്തർ. എനിക്ക് നിനക്ക് വേണ്ടി ഇത്ര മാത്രമേ നിലവിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് നിന്റെ പ്രിയപ്പെട്ട ആൾഡീൻ. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ എൽസിന്റെ രാജാവായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ അവിടേക്ക് നടന്നു വന്നു. എന്നിട്ട് പറയുകയും ചെയ്യും, കൗൺസിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബെറിയനും ആർത്തറും കൂടെ ആ ഒരു കൗൺസിൽ റൂമിന്റെ തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുവാണ്. ഈ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഈ ട്രയലിന് വേണ്ടി നോക്കി നിൽക്കുവാണ്. നിന്നെന്തായാലും പിടിച്ചകത്തിട്ട് കഴിയാൻ നേരത്ത് നീ എൻ്റെ ബ്രദറിനോട് കാണിച്ച അതേ ട്രീറ്റ്മെൻറ്റ് ഞാൻ നിൻ്റെ ഫാമിലിയോട് കാണിക്കുന്നുണ്ട്. അതുകൊള്ളാം, ഒരു 13 വയസ്സുകാരനായിട്ട് നീ എന്നെ വഴക്കിടാൻ നോക്കണം. പെട്ടെന്നായിരുന്നു തന്നെ പൊക്കെടുത്തിട്ട് അവൻ പറഞ്ഞത്, നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലല്ലേ? ഇല്ല, മനസ്സിലായിട്ടില്ല. ദി ഗ്രേറ്റ് ലാൻസ് ബെറിയൻ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഫാമിലിനെ ത്രെറ്റൻ ചെയ്യണം. അതും അവൻ്റെ ലൂണാറ്റിക്കുള്ള ബ്രദർ മരിച്ചതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ മനസ്സിലാക്കിയാൽ മതി, അവനാണ് ആദ്യം അറ്റാക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അവനാണ് ബാക്കിയുള്ള പിള്ളേരെ കൊല്ലാൻ തീരുമാനിച്ചത്. അവൻ ഒറ്റക്കാണ് ഡാർക്ക് സൈഡിലേക്ക് മാറിയത്. ഇത് കേൾക്കാൻ നേരത്തെ ദേഷ്യം വന്നിട്ട് തന്നെ എടുത്ത് താഴത്തേക്ക് എറിയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ അവിടുത്തെ ആ ഡോർ തുറക്കാൻ നേരത്തെ തന്നെ പറയും ചെയ്യും, നീ എന്തായാലും ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും പറയുന്നില്ല. അതുകൊണ്ട് സിന്ദീന ഗുഡ്സ്കൈ, നിന്നെ എന്തായാലും പബ്ലിക് എക്സിക്യൂഷനിലേക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ ഉത്തരവിടുന്നു. ഇത് കേൾക്കാൻ നേരത്ത് ആർത്തർ ഞെട്ടിത്തെറിച്ചു പോയി. ആ ടൈമിൽ തന്നെ അവളെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവളായിട്ട് ആർത്തറിനെ നോക്കുന്നുണ്ട്. പക്ഷേ ആർത്തറിനെ തിരിച്ചവളുടെ കണ്ണിൽ നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഡോസിൻ്റെ കിങ് പറയുകയും ചെയ്യും, സോ കൗൺസിൽ എന്തായാലും കുറച്ചുകൂടെ മേഴ്സിഫുൾ ആകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിന്റെ ആക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തൽക്കാലം നിന്റെ മേജ് എന്ന പദവി ഞങ്ങൾ ഇവിടുന്ന് മാറ്റുവാണ്. അതുമാത്രമല്ല, കാര്യങ്ങൾ ഇനിയും വിശദമാകുന്നവരെ നിന്നെ എന്തായാലും ജയിലിലിടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? അല്ല, കാര്യങ്ങൾ വിശദമാകുന്നവരെ ജയിലിലുണ്ടാനാണ്. അതിൻ്റെ അർത്ഥം അത് വെച്ചാൽ ഇപ്പോൾ എന്തായാലും വിക്ടിംസിൻ്റെ ഫാമിലിയൊക്കെ ഞങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പബ്ലിക്കിൻ്റെ മൈൻഡും എങ്ങനെയാണെന്ന് അറിയണം. അതെല്ലാം നോക്കിയിട്ട് മാത്രമേ നിന്നെ റിലീസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുവരെ നീ എന്തായാലും ഒരു ഡിറ്റൻഷൻ എന്ന രീതിയിൽ അവിടെ കിടന്നാൽ മാത്രം മതി. സോ അവർ ശരിക്കും എന്നെ ആരുടെ അടുത്തേക്ക് ഡെലിവർ ചെയ്യാനായിട്ട് നോക്കുവാണല്ലേ? എനിക്ക് മനസ്സിലായി. അല്ല, അപ്പോൾ എൻ്റെ ബോണ്ടോ? ഇത് കേട്ടപ്പോൾ നമ്മുടെ ഡോസിൻ്റെ ക്യൂവിന് നന്നായിട്ട് ദേഷ്യം വന്നു. അവൾ പൊട്ടിത്തെറിച്ച്, നിന്റെ ബോണ്ടോ? ഈ കൗൺസിൽ ഇപ്പോഴും നിന്നെ ജീവനോടെ വെച്ചിരിക്കുന്നതിന് നിനക്കുള്ള മേഴ്സിക്ക് വേണ്ടിയാണ്. അപ്പോൾ നീ വീണ്ടും കാര്യങ്ങൾ ഞങ്ങളോട് തിരക്കുന്നോ? ആ ടൈമിൽ തന്നെ നമ്മുടെ ആൾഡിൻ പറയുന്നുണ്ട്, ആർത്തർ, നീ ഇപ്പോൾ ഒരു മേജല്ല. അതിനർത്ഥം നിനക്ക് നിന്റെ ബോണ്ടിനെ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്.
ഇത് കേൾക്കാർത്ത് ആർത്തന്നെ ശരിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ പറയും ചെയ്യും, എനിക്ക് മനസ്സിലായി യുവർ മാജസ്റ്റി, നീ എന്തായാലും പേടിക്കൊന്നും വേണ്ട, നിന്റെ ബോട്ട് നല്ല കയ്യിൽ തന്നെ ആയിരിക്കും. ഒന്നുമില്ലെങ്കിലും അത് അങ്ങനത്തെ ഒരു കാലിബറുള്ള ഒരു ക്രീച്ചർ അല്ലേ, അതെന്തായാലും ഞങ്ങൾ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം, നീ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേ വേണ്ട. ബരൻ ഇവനെന്തായാലും നീ തിരിച്ച് സെല്ലിലേക്ക് കൊണ്ടുപോകും, പിന്നെ പൂട്ടിയിടേണ്ട കാര്യം മാർക്കണ്ട. അങ്ങനെ ആർത്തറിനെ കൊണ്ട് അവൻ വീണ്ടും മുന്നിലേക്ക് പോകുവാണ്. ഈ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ ഈ അവസ്ഥ കണ്ട് ഗ്രേസ് ആൻഡ്രസ് എന്തായാലും നന്നായിട്ട് തന്നെ ഹാപ്പി ആകുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടന്നു. അവരട്ടെ ആ ജയിലിനകത്ത് വന്ന് ആർത്തനെ തള്ളി അതിൻ്റെ അതിലിട്ട് അവൻ പൂട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, അല്ല നിനക്കറിഞ്ഞൂടെ, ഈ ബാർസൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ഥലം അത്യാവശ്യം നല്ലതാണ്. നീ എന്നെ കൊണ്ടുപോയ ആ വൈറ്റ് റൂമിനേക്കാളും എന്തുകൊണ്ടും ഭേദം ഇത് തന്നെയാണെന്ന് പറയാൻ നേരത്തന്നെ അവനവിടെ മുമ്പിലേക്ക് വരും. അപ്പോൾ നീ എന്നെ ശരിക്കും എക്സ്പെക്റ്റ് ചെയ്യുമായിരുന്നു, പിന്നല്ലാതെ നീ കൃത്യസമയത്താണ് വന്നത്. വിസ്ഡം. ആ സമയത്ത് തന്നെ വിസ്ഡത്തിന്റെ കയ്യിൽ നമ്മുടെ സിൽവിയ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഡാസിന്റെ ക്യൂങ്ങിനെയാണ്. അവൻ പറയുന്നത്, ഗ്ലൗഡറ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എല്ലാം തന്നെ മാറാൻ പോകുവാണ്. നമ്മളും നമ്മുടെ പീപ്പിളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാവരും ആ ഒരു പുതിയ ഇറയിലൂടെ അവൻ്റെ കൂടെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ആ ശരിയാണ്, അല്ല അവൻ അത്രത്തോളം പവർഫുൾ ആണോ? പിന്നല്ലാതെ ഞാൻ ഇതുവരെ കുറേയധികം ടെറിബിളുള്ള മാന ബീസ്റ്റോട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല എൻ്റെ ആക്സോട്ട് ഞാൻ എല്ലാവരും കൊന്നൊടുക്കിയിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും എത്രയൊക്കെ വന്നാലും ഞാൻ മുന്നോട്ട് മാത്രമേ പോകത്തുള്ളായിരുന്നു. പക്ഷേ അവനെ പോലെ ആരും എന്നെ ഇത്രത്തോളം പേടിപ്പിച്ചിട്ടില്ല. അവനായിരുന്നു എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ പേടിപ്പിച്ചത്. ഞാനൊരു ദൈവത്തിനെ കാണുന്ന പോലെയായിരുന്നു. അത് മാത്രമല്ല, എന്നിട്ടും അവൻ നമ്മളെ ചൂസ് ചെയ്തില്ലേ, അവൻ്റെ കോളി നമ്മൾ ആവശ്യം പോലും ഇല്ല, എന്നിട്ടും അവൻ നമ്മളെ ചൂസ് ചെയ്ത്. അതെ, പിന്നല്ലാതെ ആൾഡിനും ബ്ലെയിനേക്കും അവർക്കൊന്നും ഒരു ഐഡിയ പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ അവരെക്കാട്ടും ഒത്തിരിയധികം സ്ട്രോങ്ങറാണ്. ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാ, അയ്യോ അത് ഇവൾക്ക് അറിഞ്ഞൂടല്ലേ. ശരിയാണ്, എന്നെ ഈ അവസ്ഥയിലൊക്കെ എത്തിയ ഇൻസിഡൻറ്റിനെ പറ്റി ഇവൾക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കോറാണ്. അല്ല എനിക്ക് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു തരുമോ? ശരിയാണ്, അന്നിൻ്റെ ആ മാനക്കോർ പെർമനൻ്റ്ലി ഡാമേജ് ആയില്ലായിരുന്നെങ്കിൽ ഒരു അവസ്ഥയില്ലായിരുന്നു. എന്തിനാണ് അവൻ അങ്ങനെ ചെയ്തത്? അവൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ കിടക്കുന്നത് കണ്ടട്ടോ, അവൻ സത്യം പറഞ്ഞാൽ ആശ്വസിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇവിടെ ഇത്രത്തോളം പെമ്പിളാറുണ്ടായിട്ട് ഞാൻ അവൻ്റെ ഭാര്യയുടെ കൂടെ അല്ലേ പോയത്. എന്നിട്ടും ഞാൻ അവനെ കൊന്നു, അവനെ ടോർച്ചർ ചെയ്ത് കൊന്നു. പക്ഷേ എൻ്റെ മാനക്കോർ ഡാർലിംഗ്, നീ എന്താണ് ആലോചിക്കുന്നത്? ബാക്കിയുള്ളവരെല്ലാവരും നിന്നെ അഡ്മയർ ചെയ്യുന്നില്ലേ? ശരിയാണ്, അവരെല്ലാവരും എന്നെ ഒബേ ചെയ്യുന്നുണ്ട്. ആ 2 ലാൻഡ്സ് എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഈ സ്ഥലം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്. അങ്ങനെയൊന്നും പറയട്ടില്ലേ, നമ്മുടെ എതിരെ വന്ന ആരെയാണെങ്കിലും നമ്മൾ കൊന്നു കളയല്ലോ. ഒന്നുമില്ലെങ്കിലും നിനക്കറിയാമല്ലോ ലാൻഡ്സിൻ്റെ പവറും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. നിൻ്റെ കൂടെ ഞാൻ എന്തായാലും ഇല്ലേ. അതുമാത്രമല്ല, നമ്മൾ എന്തായാലും അവൻ്റെ കൂടെയുള്ളത്. ശരിയാണ്, നമ്മൾ അവൻ്റെ കൂടെയാണുള്ളത്. മോർ വെൽത്ത്, മോർ മാജിക്കൽ എബിലിറ്റീസ്. ആൻഡ് അത് മാത്രമല്ല, നമ്മുടെ കീഴിൽ ഇനിയും കുറേ അധികം ആൾക്കാർ വരും. നമ്മൾ എറ്റേണിറ്റി വരെ എൻജോയ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റു കാര്യം മറക്കണ്ട. ശരിയാണ്, നമ്മൾ ഇനി നമ്മുടെ ഭാവി തലമുറയെ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ കിട്ടത്. ആരാണ് അകത്തേക്ക് കയറി വന്നത്? ഗ്രീറ്റിംഗ്സ് ഗ്രേസ് ആൻഡ്രേസ്, ഞാനിവിടേക്ക് വന്നത് കറക്റ്റ് സമയത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുത്തനകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. നിനക്കെത്ര ധൈര്യമുണ്ട്? നിനക്ക് ആരാന്ന് ഞാൻ അറിഞ്ഞൂടെ? അറിയാം, എനിക്ക് കൃത്യമായി തന്നെ അറിയാം. നിങ്ങൾ രണ്ടുപേരും ഈ സിസ്റ്റത്തിലുള്ള 2 കീടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ റിമൂവ് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് വന്നെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവൻ്റെ പവർ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യാൻ അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കറക്റ്റ് സമയത്ത് ഓൾഫ്രഡ് അവിടേക്ക് വന്നിട്ട് പറയും ചെയ്യും, മൈ അപ്പോളജീസ് കിങ് ആൻഡ് ക്യൂൻ, എന്തായാലും ഇൻട്രോഡർ ഇവിടുന്ന് പെട്ടെന്ന് പോകുന്നു തോന്നുന്നില്ല, ഇവൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഒരു കാര്യമില്ലാത്ത ബ്ലഡ് ഷെഡാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഗ്രേസ് ആൻഡ്രേസിൻ്റെ തലയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ അതിവിടെ നടക്കുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു ഇൻട്രോഡിൻ്റെ ചുറ്റും കുറച്ചധികം വലിയ ഗോളംസ് വന്നു. പക്ഷേ ഈ സമയത്ത് തന്നെ ഇതെല്ലാം കാണുന്ന ആ ഒരു കിങ് ആട്ടെ ചിരിക്കുന്നുണ്ട്. അവൻ തീർന്നു. പക്ഷേ അവരെല്ലാവരും അറ്റാക്ക് ചെയ്യുന്ന ആ ഒരു സെക്കൻഡ് തൻ്റെ കൈയൊന്ന് ഉയർത്തിയതേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് തന്നെ അവരെല്ലാവരും ചിന്ന ഭിന്നമായി പോയി. ഈ സമയത്ത് തന്നെ ഓൾഫ്രഡ് പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു ഇതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹെൽ ആർമർ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ ഹെൽ ആർമറിലേക്ക് മാറിയിട്ടുണ്ട്. നീ തീർന്നടാ, നീ തീർന്ന്. നിൻ്റെ ആരോഗ്യൻസിന് ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാവരും ഇപ്പോൾ ഉത്തരം പറയേണ്ടി വരും. നീ ഇപ്പം മരിക്കുമെന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഓൾഫ്രഡ്
ചാടി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അവൻ്റെ അറ്റാക്ക് ആ ഒരു ഇൻട്രൂഡിൻ്റെ തൊട്ടടുത്ത് പോലും എത്തിയില്ല. കാര്യം അതെല്ലാം ഡിഫ്ലക്ട് ചെയ്ത് പല സ്ഥലത്തേക്ക് പോകുമായിരുന്നു. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ വീണ്ടും ഒരു വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുകയും നേരെ ഓൾഫ്രഡ് തെറിച്ച് ഒരു സൈഡിൽ വന്ന് വീണ് അവൻ്റെ ഹെൽ ആർമർ പകുതി പൊട്ടിപ്പോയ അവനിന്ന് നേരെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നിന്റെ സ്കിൽസ് ഒരു ലെസർ ബീങ്ങിനെ വെച്ച് നോക്കിയിട്ട് അഡ്മയറബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂച്ചർ കോണ്ടിനെന്റിന് വേണ്ടി, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നിന്നെ എന്തായാലും ആവശ്യമുണ്ട്. അതുകൊണ്ടെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാഞ്ഞു പോകും. അടുത്ത സെക്കൻഡ് ഓൾഫ്രണ്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ട് പറഞ്ഞേ, പക്ഷേ തൽക്കാലം നീ ഇവിടെ നിന്ന് ചെല്ലെന്ന് പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തുകൊണ്ട് അവനെ പുറത്തേക്ക് തെറിപ്പിക്കുവാണ്. ഇത് കണ്ട അവർ രണ്ടുപേരും ഞെട്ടിത്തെറിച്ചു പോയി. സോ ഗ്രേസ് ആൻഡ് റേസ് എന്നോട് ക്ഷമിക്ക്, കുറച്ചധികം നിങ്ങൾ വെയിറ്റ് ചെയ്തില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്നായിരുന്നു ഒരു പുറകിൽ കൂടെ വന്ന് അവൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ആ ഒരു അറ്റാക്ക് അവൻ ഡോഡ്ജ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൾ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നിടത്ത് അവൻ വീണ്ടും അത് ഡോഡ്ജ് ചെയ്ത് മാറി. എന്നോട് ക്ഷമിക്കൂ, മിക്ക എന്തായാലും കുറച്ച് ലേറ്റ് ആയിപ്പോയി. മിക്ക, നീ ഞങ്ങളെ കൊല്ലാൻ നോക്കുവാണോ? മിക്ക നിങ്ങൾ ആരെയും കൊല്ലത്തില്ല. മിക്ക ഇവിടെ ഇൻട്രോഡ്യൂസിനെ മാത്രമേ തുറത്തുള്ളൂ. സോ മിക്കയുടെ പേരിലേക്ക് സ്വാഗതം എന്നും പറഞ്ഞുകൊണ്ട് നീ ഇപ്പോൾ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചാടി അവനെ അറ്റാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ആ അറ്റാക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ അവൻ ഡോഡ്ജ് ചെയ്തു. നിന്റെ ഗ്രാവിറ്റി മാനിപ്പുലേഷൻ അതെന്തായാലും എക്സലൻ്റ് ആണ്. പക്ഷേ ഇതാണോ നിന്റെ ലിമിറ്റ്? അവൻ എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ അനങ്ങുന്നത്? അത് മാത്രമല്ല അവൻ്റെ ബോഡി ടൺസോളം വെയിറ്റ് ഉണ്ടല്ലോ. ലിമിറ്റോ? മിക്കൊക്കെ ലിമിറ്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൾ ചാടി വീണ്ടും ഒരു മാസീവുള്ള അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും അവനൊരു വിരൽ പൊക്കിക്കൊണ്ട് തന്നെ അവളെ അങ്ങോട്ട് നശിപ്പിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, അവൻ്റെ ഇൻറ്റൻസ് ആയിട്ടുള്ള പവർ എനിക്കറിയാമായിരുന്നു. മിക്കക്ക് അവൻ്റെ ഫ്രണ്ടിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. ഞാനെന്തായാലും ഇവിടെ മരിച്ചുവിടാ. ആ ടൈമിൽ തന്നെ ആ ക്യൂൻ കാർന്നുണ്ട്. നിനക്കറിഞ്ഞൂടാ നീ ആരായിട്ടാണ് മെസ് ചെയ്തതെന്ന്. എൻ്റെ ഹസ്ബൻഡിനെ നിനക്കറിയാവോ? അവൻ പുതിയ ഇറയുടെ തന്നെ ഒരു അധിപനാണ്, അഗ്രോണയുടെ ഒരു സഹായിയാണ്. അത് മാത്രമല്ല ഓൾ മൈറ്റി ഡിയറ്റി. നീ എന്ത് പറയുന്നുണ്ട്? തല കുനിച്ച് നിൽക്കാൻ നോക്ക്. ഡിയറ്റീസോ? ഈ ലോകത്ത് ഡിയറ്റീസ് ഇല്ല, ഞങ്ങൾ ആശുറാസ് മാത്രമേ ഉള്ളൂ. ഓ ഗ്രേറ്റ് വൺ, ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങളോട് ക്ഷമിക്കൂ, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. സോ അഗ്രോണ നല്ല നട്ടലില്ലാത്ത രണ്ടുപേരാണല്ലേ സെലക്ട് ചെയ്തത്? അല്ല, അങ്ങനെയല്ല, ഞങ്ങൾ അവനൊരു വട്ടം കണ്ടത് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല അവനെൻ്റെ പീപ്പിളിനെ, അവനെൻ്റെ വൈഫിനെ ത്രട്ടൺ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ അവൻ പറയുന്നതൊക്കെ അനുസരിച്ചത്. ഞാൻ കെഞ്ചി പറയുവാണ്, എന്നെ ഒന്ന് സ്പെയർ ചെയ്തുവിടെ. എങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ കൂടെയുള്ള ആ 2 ലാൻഡ്സ് ഉണ്ടല്ലോ, അവരുടെ ഓത്ത് നീ അങ്ങോട്ട് റിലീസ് ചെയ്യ്. എന്താടാ അതൊരു പ്രശ്നമാണോ? ഒരു പ്രശ്നവുമില്ല, ഞാനിതിപ്പോൾ തന്നെ ചെയ്യാം. ഓത്തുമില്ലൊരു കോപ്പുമില്ല, എനിക്ക് ജീവനാണ് വലുതെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാല പൊട്ടിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് അതാകട്ടെ റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ മിക്കയുടെ ഓൾ ഫ്രണ്ട് മേത്തുള്ള ആ ഒരു സാധനം റിലീസ് ആവുന്നുണ്ട്. സോ ഇനി എന്നെ വെറുതെ വിടത്തില്ലേ? അല്ല, അതിന് ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ? എടോ നായെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ നെഞ്ചത്തോടെ ആ ഒരു സാധനം കീറിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്യൂനിനെയാണ്. അവൾ നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്, മരിച്ച്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യും, സോ ഇനിയാണ് യുദ്ധം തുടങ്ങാൻ പോകുന്നത്, യഥാർത്ഥ യുദ്ധം.